സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യനിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ട ഒരിക്കൽ കൂടെ എന്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുകയും ഈ ദൈവജന പഠനത്തിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തെ അടിസ്ഥാനമാക്കി മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തും കൊണ്ട് പ്രപഞ്ചമോഹങ്ങളും ഭക്തികേടും വർജിക്കണം എന്നുള്ള ഭാഗം വിശദമാക്കി വന്നപ്പോൾ നാം വർജിക്കേണ്ട മേഖലകൾ ഏതൊക്കെ എന്നുള്ള ഭാഗം ചിന്തിച്ചപ്പോഴാണ് കൊരിന്ത്യർ ലേഖനം നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വന്നത്. കൊരിന്ത്യർക്കെതിരെ 2 ലേഖനവും ശുദ്ധീകരണമാണെങ്കിൽ കൂടെ 1-ാം ലേഖനം ജീവിതത്തിൽ ശുദ്ധീകരണവും വേർപാടും ഒഴിവാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളും ഏതൊക്കെയൊന്ന് വളരെ വ്യക്തമാക്കി നൽകുന്ന ലേഖനമാണ് കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം. 1-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെ അതിൻ്റെ ഒരു തുടർമാനമെന്ന് പറഞ്ഞു വന്നിട്ടാണ് പുനരുദ്ധാനം എന്ന വിഷയത്തിലേക്ക് പൗലോസ് കൊരിന്ത്യ സഭയെ കൊണ്ടുപോകുന്നത്. അതിനർത്ഥം അതിനു മുമ്പുള്ള 14 അധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വേർപാട് പാലിച്ചിരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധിയെ തികച്ചുകൊള്ളണം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളണം എന്ന് പറഞ്ഞാണ് 7-ാം അധ്യായം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. ഞാൻ കൊരിന്ത്യരിലേക്ക് വരികയാണേ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഭക്തിക്ക് കേടുണ്ടാക്കുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഒഴിവാക്കിയേ പറ്റും. നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യൻ പുറമേയുള്ള നോക്കും, ദൈവമോ ഹൃദയത്തെ ശോധന ചെയ്തുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല, എന്റെ ഹൃദയം ദൈവം അറിയുന്നല്ലോ എന്ന് പറഞ്ഞ് പോകാതെ നടക്കുകയല്ല. ഹൃദയം ദൈവം അറിയുന്ന സമ്മതിച്ചു. പക്ഷെ തെസ്സലോനിക്ക ലേഖനത്തിൽ അങ്ങനെ അല്ലല്ലോ നമ്മുടെ കുറിവാക്യം. 5:23 സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. എന്നിട്ട് അടുത്ത വാക്ക്, നിങ്ങളുടെ ആത്മാവും ദേഹവും പ്രാണനും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ദേഹം, പ്രാണൻ, ആത്മാവ് 3 മേഖല ശുദ്ധീകരിക്കപ്പെടുമെന്ന് കൃത്യമായി പറയുന്നു. ഹൃദയം മാത്രം പോരാ. അത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ആരെന്തു പറഞ്ഞാലും ഹൃദയം ദൈവം അറിയുന്നല്ലോ. തീർച്ചയായിട്ടും ദൈവം അറിയുന്നുണ്ട്. പക്ഷെ ശുദ്ധീകരണം 3 മേഖലയിലും വേണം. ദേഹത്തിന് വേണം, ദേഹിക്ക് വേണം, ആത്മാവിനും വേണം. ക്ലിയർ ആകുന്നുണ്ടോ? ദേഹത്തിന് വിശുദ്ധി വേണം, ദേഹിക്കും വിശുദ്ധി വേണം. അങ്ങനെയാണെങ്കിൽ ആത്മാവിന്റെ വിശുദ്ധി ഓട്ടോമാറ്റിക്കലി വരും. സ്തോത്രം. ക്ലിയർ ആയല്ലോ? അപ്പൊ അതുകൊണ്ട് അതിനകത്ത് നമുക്ക് ഒളിച്ചോടാൻ ഒക്കത്തില്ല. അത് നമ്മൾ പാലിച്ചേ പറ്റും. ഞാൻ മുന്നോട്ട് വരുന്നു. അപ്പോൾ ഭക്തിക്ക് കേടുണ്ടാക്കുന്നതെല്ലാം വർജിക്കണം. പ്രപഞ്ച മോഹങ്ങളും വർജിക്കണം. അതൊക്കെ ഒരുപാട് കാര്യം പറയണമെങ്കിലും ഞാൻ തൊട്ടു പോവുക. നമ്മെ പ്രപഞ്ചത്തിൽ മോഹിപ്പിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം നമ്മൾ ഒഴിവാക്കിയേ പറ്റും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിർഭാഗ്യവശാൽ നമ്മൾ കേൾക്കുന്ന പ്രസംഗമെല്ലാം നമ്മളെ മോഹിക്കാൻ പഠിപ്പിക്കുന്നത്. ദൈവജനം അസന്നിഗ്ധമായി പറയുന്നു, മോഹിക്കരുത്. കൽപ്പനയിൽ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് മോഹിക്കരുത്. തിരുവെഴുത്ത് മോഹിക്കരുത് പറയുമ്പോൾ പ്രസംഗകർ മോഹിക്കാൻ നമ്മളെ പഠിപ്പിക്കുക. വലിയ വീട് നീ വിശ്വാസത്താൽ കാണണം. വാഹനം, ഏത് വാഹനമാണ് നീ ആഗ്രഹിക്കുന്നത്? വിശ്വാസത്താൽ കാണണം. വെള്ള വണ്ടി വളവ് തിരിഞ്ഞ് കയറി വരുന്നു. കണ്ടോ? മോഹിക്കാൻ പഠിപ്പിക്കുക. ഇപ്പോഴായിരിക്കുന്ന മണ്ഡലത്തിൽ നിന്നും മറ്റൊരു മണ്ഡലത്തിലേക്ക് ഈ കുറെ നാളുകൊണ്ട് ഇറങ്ങിയതാണ് ഈ മണ്ഡലവും വ്യാപാരവും. പുതിയ തലം. ഓക്കെ, നല്ല കാര്യമാണ്. ഞാനൊന്നും എതിരുന്നല്ല കേട്ടോ. പഴയ വിട്ടിട്ട് പുതിയ തലത്തിലേക്ക് പോവുകയാണെങ്കിൽ പോകും. സ്തോത്രം.
അപ്പൊ എനിക്ക് തോന്നി ഈ പൗലോസൊക്കെ ആ പഴയ കാലത്ത് തന്നെയായിരുന്നു കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ലാതെ. അവർക്കൊന്നും ഈ ദൈവകൃപ ഇല്ലാഞ്ഞുണ്ടാന്ന് തോന്നുന്നു പൗലൂസിനൊക്കെ. അവര് ഈ പഴയ തലത്തിൽ കിടന്ന് കഞ്ഞി കുടിക്കാൻ പോലും മാർഗമില്ലാതെ അടി ഇടിയും ആപത്തും, അത് കരയിലാണെങ്കിലും കൊള്ളാം കടലിലാണെങ്കിലും കൊള്ളാം, എവിടെ ചെന്നാലും വയ്യാഴികം. അതൊക്കെ ശാപമായിരിക്കും, ഇല്ല പിന്നെ അങ്ങനെയൊന്നും വരികയല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ പഠിപ്പിക്കലില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. സ്തോത്രം. അവരാരും ഒന്നും നേടുകയല്ലായിരുന്നു, ഉള്ളതും കൂടെ എങ്ങനെ ഒഴുക്കിക്കളയാം എന്നുള്ള ചിന്തയായിരുന്നു അവർക്ക്. മനസ്സിലാകുന്നുണ്ടോ? ആ, നേടി കൂട്ടി കൂട്ടി വെക്കുന്നത് എങ്ങനെയാണെന്നല്ല അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. പോട്ടെ, പല കാര്യം എന്റെ മനസ്സിൽ വരുന്നുണ്ട്, ഞാൻ അവിടെ വിട്ടുപോകുന്നത്. നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എല്ലാം ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ പറയുമ്പോൾ. സ്നേഹത്തിലാണേലും ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്നാൽ നിങ്ങളുടെ മുഖമൊക്കെ വാടും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കാരണം ഈ ഉള്ള ആൾക്കാരെ ഞാൻ കളയാൻ സൂക്ഷിക്കണമല്ലോ, അതുകൊണ്ടാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ പഠിച്ചു, 1-ാം അധ്യായം ഗ്രൂപ്പിസം, വിഭാഗീയത. സ്തോത്രം. ഈ ദൈവവേലയ്ക്കകത്ത് ഈ ഏറ്റക്കുറച്ചിൽ പാടില്ല. ആത്മീയതയ്ക്കകത്ത് ഗ്രൂപ്പിസവും വകഭേദവും തരംതിരിക്കലും ഒന്നും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാനൊരു ഉദാഹരണം പറയാവേ, പെട്ടെന്ന് മനസ്സിലാക്കാൻ. വചനത്തെ കൂടെ ആകുമ്പം ഞാൻ നിങ്ങളെ മനഃപൂർവ്വം കുത്തിയതാന്ന് വരികയല്ല. അതിനാ സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി മോശെ ദൈവം വിളിച്ചതിന്റെ സ്കെച്ചും പ്ലാനും അളവും തോതും ഒക്കെ കൊടുത്ത് പണി ആരംഭിച്ചപ്പോൾ ആ പണിക്ക് നിയോഗിതരായ 2 വ്യക്തികളുണ്ട്. അതാരൊക്കെയെന്നറിയാമോ? ബസലേലും ഒഹോലിയാവും. ബസലേൽ യഹൂദ ഗോത്രക്കാരനാണ്, ഒഹോലിയാവ് ദാൻ ഗോത്രക്കാരനാണ്. എന്താ അതിന്റെ വ്യത്യാസം? 12 ഗോത്രങ്ങളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന യഹൂദ ഗോത്രമാണ്. ഏറ്റവും നാടൻ ഭാഷ പറഞ്ഞ ശൂത്തയായിട്ട് നിൽക്കുന്നത് ദാൻ ഗോത്രം. പക്ഷെ തമ്പുരാൻ തന്റെ പണിക്ക് ആളെ തെരഞ്ഞെടുത്തപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ഒരുത്തനെ എടുത്തു. ഏറ്റവും ശൂന്യമായി കിടക്കുന്ന ഗോത്രത്തിൽ ഒരുത്തനെതിരെ ഇവരെ 2 പേരെയും കൊണ്ട് ജ്ഞാനാത്മാവിനാ നിറച്ചത്. നിങ്ങൾക്ക് എന്ത് പിടി കിട്ടി? പറ, നിങ്ങൾക്ക് എന്ത് പിടി കിട്ടി ഇതിനകത്തും? തമ്പുരാന്റെ പണിക്കകത്തും ജ്ഞാനാത്മാവിനാൽ നിറയ്ക്കുന്നതിനകത്തും വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ ദൈവത്തിന്റെ പണിക്ക് 2 കൂട്ടരെ ഒരുപോലെ ഉപയോഗിക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? എന്നാ യഹൂദ ഗോത്രക്കാരെല്ലാം ഒരു കൂടാരങ്ങൾ പണിയുക, ദാൻ ഗോത്രക്കാരെല്ലാം ഇതെല്ലാം മൂടിശ്ശേരി ഇല്ലാത്തതുകൊണ്ട് ഒരു ഓലക്കേറും കൊണ്ട് 2 കൂടാരം കൊണ്ട് അവിടെ ഇരിക്കുക. ഇവരുടെ ആയിരിക്കും ഞാൻ ഇടയ്ക്ക് സമയമുണ്ടോ ഞാൻ അങ്ങോട്ടും വരാമെന്നാണോ ദൈവം പറഞ്ഞ്? നമ്മളാണെ അങ്ങനെ ചെയ്യുള്ളൂ. അത് നിങ്ങളോട് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാവരും അവിടെ ഒരു ചെറിയ കൂടാരങ്ങൾ പണി, ഇവിടെ വരുന്ന പുകയുടെ ഒരു ശകലം ഞങ്ങൾ അങ്ങോട്ടും തരാം. അങ്ങനാണോ പറഞ്ഞേ? ഇപ്പൊ പിന്നെ പുകയില്ലല്ലോ, തീ ഉണ്ടായിട്ട് വേണ്ട പുക കാണാൻ. സ്തോത്രം. പിന്നെ ഇന്നെന്നാ വെച്ചാൽ ഭയങ്കര സെറ്റപ്പ് ഇടപാടും കാര്യങ്ങളും ഒക്കെ. അല്ല, ചില പെന്തക്കോസ്ത് സഭകളെ കണ്ടാൽ അന്തം വിട്ടു പോകും കേട്ടോ. ഞാൻ വേദന കൊണ്ട് പറയാ, നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ആ എന്താ പറയാ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ മനോഹരമായി പണിതിട്ടിരിക്കുന്ന ആ സഭാഹോളിലേക്ക് പോണ വഴിക്ക് വേറെ പാവങ്ങളുടെ ഒരു സഭാഹോളുണ്ട്. പൊട്ടിയ ഷീറ്റ് ഇപ്പോഴും അവിടെ കിടക്കുക. മഴ പെയ്താൽ നനയും. ഇന്ന് വരെ നമ്മുടെ കണ്ണിൽ അത് പെട്ടിട്ടില്ല. നമുക്ക് പെട്ടത് ഇത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഭയങ്കര ആത്മാവിന്റെ ഒഴുക്ക് അവിടെ ഒന്നും ഇല്ല. കൊള്ളാം, നല്ല കാര്യമാണ്. വലിയ ഹോള് പണിന്ന് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷെ തൊട്ടടുത്ത് ഇങ്ങനെ കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ പരിഗണിക്കണം. ഇനി അകത്ത് കയറ്റിയില്ലേലും വേണ്ടില്ല, അതിനേക്ക് എന്താണ് ഷീറ്റേലും മേടിച്ചുകൂടെ.
സ്തോത്രം. ഞാനതാ പറഞ്ഞ, ഞാൻ കൊടുത്തേക്ക് തൊടുന്നില്ലെന്ന് പറഞ്ഞ, മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് വിശ്വാസം വരുന്നില്ല. അത് കണ്ട് അതിനോടൊരു അനുകമ്പ തോന്നാതെ, അതിനൊരു കൈത്താങ്ങൽ കൊടുക്കാതെ, അവിടെ വരുമ്പോഴത്തേനെ വണ്ടിയുടെ ആക്സിലേറ്റർ ഒന്നുകൂടെ കൂട്ടിക്കൊടുത്ത് തിന്നുന്ന അവിടെ നിന്ന് മിന്നായം പോലെ മാറി നേരെ ഹോളിന് മുറ്റത്ത് നിർത്തി കയറി വന്ന്, പിന്നെ റിസർവ്ഡ് സീറ്റ്, ആ കസേര വേറെ ആരും ഇരിക്കാൻ നോക്കുക, ഇരുന്നാ വിവരം അറിയും. ആ കഥ, അയ്യോ കസേര മാറിയാൽ തീർന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല. അത് കണ്ടിട്ട് അതിനോടൊരു കൈത്താങ്ങൽ കൊടുക്കാതെ എങ്ങനെ ഇപ്പുറത്ത് ഈ ആത്മാവി ഇറങ്ങുന്നേ? വേറൊരു കാര്യം, അത് ആത്മാവാന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആ ആത്മാവൊക്കെ പള്ളിവാസലിൽ നിന്ന് വരുന്ന ആത്മാവാ. കറണ്ട് പോകുമ്പോൾ കാണാം ആത്മാവ് ഉണ്ടോ ഇല്ലെന്ന്. എല്ലാം ആർട്ടിഫിഷ്യലാണെന്ന് യാതൊരു സംശയവും. നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ദൈവം നമ്മെ നിത്യതയിൽ എത്തിക്കുമ്പോ അവരെ മാറ്റിയിരുത്തുവോ? എല്ലാം കൂടെ ഒന്നിച്ചല്ലേ ഇരിക്കാൻ പോണേ? പോവാണെങ്കിൽ, അങ്ങനെ ഞാൻ പറയുന്നത്, പോവാൻ ഒത്തെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഇവിടെ ഉൾക്കൊള്ളാൻ മേലാത്ത എല്ലാം കൂടെ അവിടെ ചെന്ന് ഒരുമിച്ചിരിക്കാനോ? ചെല്ലങ്ങോട്ട് ഇരുത്തും നിന്നെ. സ്തോത്രം. നമുക്ക് ഒത്തിരി വ്യത്യാസം വരണം പ്രിയരെ. യെസ്, ഒരുപാട് അതിർവരമ്പുകൾ നമ്മൾ എടുത്ത് മാറ്റണം. അതിനർത്ഥം വിശുദ്ധയുടെ ഉപദേശം വിട്ടുപോകണമെന്നല്ല. യാതൊരു വിട്ടുവീഴ്ചയില്ല ആ കാര്യത്തിൽ. ഒരു വിട്ടുവീഴ്ചയില്ല. എത്ര വിമർശനം ഉണ്ടായാലും ആ കാര്യത്തിൽ യാതൊരു മടുപ്പും. ഞാനൊരു കാര്യം തെളിയിക്കാം. നമ്മൾ പറഞ്ഞെന്നറിയാമോ? പാസ്റ്റർ പറഞ്ഞൊക്കെ 100% കറക്റ്റ്. പക്ഷെ ഇന്നത്തെ കാലത്തിന്റെ പോക്കിനനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. നമ്മൾ എല്ലാത്തിനും ബലം പിടിക്കാൻ പോയാൽ ഒക്കുവോ? എന്താ ഒക്കുകയല്ലാത്ത? നീ ബലം പിടിക്കാത്തതുകൊണ്ടാ ഒക്കാത്ത. തെളിവ് ഞാൻ പുസ്തകത്തിൽ തരാം. ഞാൻ തന്നതെല്ലാം ഞാൻ കഥ ഉണ്ടാക്കി പറയില്ല, പുസ്തകത്തിൽ ഞാൻ തെളിവ് തരാം. മോശ മരുഭൂമിയിൽ ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം മുൾപ്പടർപ്പ് കത്തുന്നു. പക്ഷെ അത് വെന്ത് ചാരമായി പോകുന്നില്ല. അടുത്തെല്ലാം തുടങ്ങിയപ്പോൾ ദൈവശബ്ദം ഉണ്ടായി, മോശേ മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിന്റെ ചെരുപ്പ് അഴിച്ചു കളയാൻ പറഞ്ഞു. സ്തോത്രം. കാലിന് ചെരുപ്പ് അഴിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിൽ ഇട്ടുകൊണ്ട് പോയി ചെരുപ്പായിട്ട് കയറി ചെല്ലാൻ ഒക്കത്തില്ല. ചെരുപ്പ് അഴിച്ച് മാറ്റിയേക്കാൻ പറഞ്ഞു. അതിന് കാരണം വേറെ, എന്നാലും പെട്ടെന്ന് മനസ്സിലാക്കാൻ അങ്ങനെയാ പറഞ്ഞു. ചെരുപ്പഴിച്ച് മാറ്റി വെക്കുന്നതിന്റെ ഉദ്ദേശം വേറെ. അത് വിട്ടേ, ഞാൻ പറയാൻ വന്ന അതല്ല. ഈ സംഭവം കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞു. യോശുവയുടെ പുസ്തകം എടുത്ത 5-ാം അധ്യായം എടുത്തോ. അതിന്റെ ചില സമയത്ത് റെഫറൻസ് പെട്ടെന്ന് മറന്നു പോകുന്നു. പ്രാർത്ഥിക്കണം നിങ്ങൾ. ആ 5-ാം അധ്യായത്തിന്റെ 13 മുതൽ. യോശുവ യെരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി. ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവന്റെ അടുക്കൽ ചെന്നവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിനവൻ, അല്ലെങ്കിൽ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. 15-ാം വാക്ക് ഒന്നുകൂടെ ഞാൻ വായിക്കാം. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിന് ചെരിപ്പഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു.
അർത്ഥം. മോശയോട് ഇതേ വാചകമാണ് ദൈവം പറഞ്ഞത്. ഇപ്പോൾ വർഷം 40 കഴിഞ്ഞു. മോശയ്ക്ക് ശേഷം യോശുവ ഇപ്പൊ നിൽക്കാണ്ട് ഒരുത്തൻ വാളുമായി നിൽക്കുന്ന കണ്ടോണ്ട, നീ ഞങ്ങളുടെ പക്ഷക്കാരനാണോ ശത്രുപക്ഷക്കാരനാണോ? മറുപടി, നിന്റെ അല്ല അവന്റെ അല്ല, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വരിക എന്ന് പറഞ്ഞു. ഉടനെ വീണ് നമസ്കരിച്ചു. പക്ഷെ ദൈവത്തിന് ദൂതം പറഞ്ഞു, നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരിപ്പ് അഴിച്ചു കളക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, കൃത്യം 40 വർഷം കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത്. 40 വർഷം എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിന്റെ കണക്കനുസരിച്ച് ഒരു തലമുറ മാറുക. കണ്ടോ? യോശുവയ്ക്ക് ശേഷം അടുത്ത തലമുറയായി. ആ തലമുറയിലും വിശുദ്ധിയുടെ ഉപദേശം ഒന്ന് തന്നെയാണ്. അത് പറയാൻ, വിശുദ്ധിയുടെ കാര്യത്തിൽ, വേർപാടിന്റെ കാര്യത്തിൽ വർഷങ്ങളുടെ പഴക്കം കൊണ്ട് ഉപദേശം തേഞ്ഞു പോകുന്നില്ലെന്നാ ഞാൻ ഈ പറഞ്ഞേ. ക്ലിയർ ആവുന്നുണ്ടോ? സ്തോത്രം. 40 വർഷം മുമ്പ് എന്ത് കാര്യം പറഞ്ഞോ അതേ ആലോചന 40 വർഷം കഴിഞ്ഞപ്പോഴും പറയുന്നു. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരിപ്പ് അഴിച്ചു കളയണം. അത് അന്ന് മുൾപ്പറപ്പൊക്കെ കത്തിക്കൊണ്ടിരുന്നപ്പം കയറി ചെന്നപ്പം ദൂതം പറഞ്ഞു ചെരുപ്പ് അഴിച്ചു കളയാം. ഇനിയിപ്പം കൊണ്ട് ചെന്നാ പറഞ്ഞപ്പം ചെരുപ്പ് ഊരിക്കളന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമില്ല. അത് ഇപ്പോഴത്തെ പിള്ളേരോടൊക്കെ പറഞ്ഞാൽ സമ്മതിക്കുവോ? അത് ഈ യോശുവയെ പോലുള്ളവരോട് എന്നാണോ പറഞ്ഞേ? നോ. മോശയോട് എന്ത് ആലോചന പറഞ്ഞോ അത് തന്നെയാണ് വർഷം 40 കഴിഞ്ഞപ്പോഴും വിശുദ്ധിയുടെ പ്രമാണത്തിൽ ദൈവം അരുളി ചെയ്തത്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. നമ്മളാണ് ഇതിനെല്ലാം മാറ്റം വരുത്തി വളരെ വിശുദ്ധിയോടും വേർപാടും കൂടി ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ കാര്യങ്ങളിലും പ്രപഞ്ചമോഹങ്ങൾ കൂടെ കടന്നു കയറിയിട്ട് സകല സെലിബ്രേഷൻസും, വെഡിങ് ആനിവേഴ്സറി ആയാലും ശരി, ബർത്ത്ഡേ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, അങ്ങനെ ഓരോന്നുണ്ടല്ലോ. സ്തോത്രം. അതെല്ലാം അതിന്റെ ആത്മീക തനിമ നഷ്ടപ്പെടുത്തിയിട്ട്, സ്തോത്രം. ഇപ്പൊ പിന്നെ കല്യാണത്തിനൊക്കെ മുമ്പ് വേറൊരു പരിപാടി തന്നെ, സേവ് ദ ഡേറ്റ്. പിന്നെ കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആകുമ്പോൾ അതിന് വേറൊരെണ്ണം, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അയ്യോ, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. സ്തോത്രം. സേവ് ദ ഡേറ്റ്. ആ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ ആരും ഷൂട്ടിങ്ങാ. വെള്ളത്തിനകത്ത് എൻഗേജ്മെന്റ് പോലും നടക്കുന്നതിന് മുമ്പേ പെണ്ണും ചെറുക്കൊണ്ട് വെള്ളത്തിനകത്ത് ഇറങ്ങി പെണ്ണിനെ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നിൽക്കുക, അല്ലെങ്കിൽ എടുത്ത് പോക്കുക. മതി പോട്ടെ, എനിക്ക് ഏതാണ്ടൊക്കെ തോന്നുന്നു, ഞാൻ മിണ്ടാതിരിക്കുക. സെൻട്രൽ പാസ്റ്റർമാർ ഉൾപ്പെടെ അതിന് ലൈക്ക് അടിക്കാൻ മെനക്കെട്ടിരിക്കുകയല്ലേ. സ്തോത്രം. കല്യാണം കഴിയുമ്പോ അടുത്തത് അത് ഞാൻ അതിന്റെ മറന്നുപോയി. കഴിഞ്ഞ ദിവസം എനിക്ക് ആരോ തന്നെ ഞാൻ കണ്ടു. പ്രഗ്നന്റ് ആയിരിക്കുന്ന ആ സഹോദര വയറെ പിടിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോ, പിന്നെ ചെവി കൊണ്ട് അവിടെ കൊണ്ട് വെച്ചോണ്ട് നിൽക്കുന്ന വേറൊരെണ്ണം. സ്തോത്രം. നല്ല ഇടപാടായി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രത്യേകം നമ്മള് ജാൻസി മോളെ പ്രസവത്തിന് വിടാനുള്ള പ്രത്യേക ശുശ്രൂഷ. ഷൂട്ടിങ്ങിന് വിളിച്ചവനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു വിടണം, നീ പോകരുത്. ക്യാമറമാൻ വന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ വിചാരിക്കും പ്രഗ്നന്റ് ആണ് മഹാഭാവം. നോ, മക്കളെ യഹോവ നൽകുന്ന അനുഗ്രഹം ഉദരബലം അവൻ തന്ന പ്രതിഫലവുമാകും. ഞാൻ കലിപ്പിന് പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമോ? 5 മക്കൾ മരിച്ച ഒരു അപ്പനാണ് ഞാൻ. നിങ്ങൾക്ക് അറിയത്തില്ല, എനിക്ക് ജനിച്ച 5 മക്കളാണ് മരിച്ചത്. എനിക്കറിയാം എന്റെ പെയിൻ എന്താണ്. മനസ്സിലാവും? നിങ്ങൾ വിചാരിക്കും ഞാൻ ആരോട് വൈരാഗ്യത്തിന് വാശിക്കൊക്കെ പറയാം. നോ,
അഞ്ജനത്തിൽ ഒരെണ്ണത്തെ പോലും ഒരു ദിവസം പോലും കയ്യിലെടുത്ത് ലാളിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. ജനിച്ച ഉടനെ ജനന സമയത്തൊക്കെ ആയിട്ടാണ് അഞ്ചും മരിച്ചത്. എനിക്കതിന്റെ വേദന അറിയാം. മക്കളെ ദൈവം തന്നാൽ നിശ്ചയമായും പ്രാർത്ഥനയോടെ വേണമല്ലോ ബെഡ്റൂമിലേക്ക് കയറുന്നത് തന്നെ. സ്തോത്രം. അതിനകത്തുണ്ട് ഒരു വിശുദ്ധിയും ദൈവികതയൊക്കെ. യേസ്. നമുക്ക് പിന്നെ ഈ ബന്ധനം അഴിച്ചിട്ട് ഇതൊന്നും സഭയെ പറയാനും പഠിപ്പിക്കാനും നേരമില്ലല്ലോ. നമുക്കിങ്ങനെ അഴിക്കാൻ കിടക്കുകയല്ലേ ഇഷ്ടം പോലെ. സ്തോത്രം. പ്രമാണമൊന്നും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് നേരമില്ല. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, അങ്ങനെ വാക്യം. ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. കല്യാണം കഴിഞ്ഞ് വരുന്ന വധുവരന്മാരോട് ചോദിക്കുക, എന്തുകൊണ്ട് വിശേഷം വല്ലോ അറിയാളാകാട്ട് ചോദിക്കും. പ്രഗ്നന്റ് എന്ന് പറയുമ്പോ ഒരു വാക്കുണ്ട്, പറ്റിപ്പോയി. നിങ്ങൾ അതിന്റെ അപകടം അറിഞ്ഞായിരുന്നോ? ഉള്ളിൽ ഉരുവായ കുഞ്ഞ് റിജക്റ്റഡ് ആവുക. ജന്മം കൊടുത്ത അപ്പനാ പറഞ്ഞ പറ്റിപ്പോയി എന്ന് പറഞ്ഞ വേണ്ടായിരുന്നു. ഇപ്പൊ അമ്മയും പറയാ, ഇപ്പം വേണ്ടായിരുന്നു, പറ്റിപ്പോയി, എന്തു ചെയ്യാൻ നോക്കും. അപ്പനും വേണ്ട, അമ്മയ്ക്കും വേണ്ട. ഉള്ളിൽ ഉരുവാകുമ്പോഴേ ആ കുഞ്ഞ് പുറന്തള്ളപ്പെടുന്നു. നിങ്ങൾ പഠിച്ചു നോക്കിയോ? അങ്ങനെ ജനിക്കുന്ന കുഞ്ഞെന്നും ആ മാതാപിതാക്കൾക്ക് ഒരു തലവേദനയായിരിക്കും. അതേസമയം നൂറുകണക്കിന് ആളുകൾ കണ്ണുനീരോടെ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, അങ്ങയുടെ സന്ദർശനം ഉണ്ടാകണമേ, ഒരു തലമുറയെ കാണാൻ ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ വിചാരിക്കും ഈ കാണിക്കുന്നത് ഈ പുള്ളി ഈ ലോകത്ത് നിന്നെ, പുള്ളി ആ പണ്ടത്തെ പഴഞ്ഞ രീതി കൊണ്ടിരിക്കുന്ന, ഇന്ന് കാലമൊക്കെ മാറിപ്പോയില്ലേ, അപ്പൊ അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങണ്ടേ എന്നൊക്കെ പറയാൻ ഒരു പക്ഷെ നിങ്ങൾക്ക് ആകാംക്ഷ കാണുമായിരിക്കും. പ്രാർത്ഥിക്കണം. ഉള്ളിലുരാവ് മുതലേ ഊനമില്ലാത്ത ആരോഗ്യമുള്ള ഒരു തലമുറ ദൈവം തരണമേ. അത് ആണായാലും പെണ്ണായാലും അങ്ങയുടെ അവകാശമാണ്. അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കണം. ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും, ജോലിയോടെ ആണെങ്കിലും അല്ലാതെയാണെങ്കിലും അവർ കർത്താവിന്റെ മഹത്വമുള്ളവരായി കർത്താവിന്റെ നാമത്തിൽ നിൽക്കുന്നവരെ മാറണമേ എന്ന് ഉള്ളിലുരുവാ പോലെ പ്രാർത്ഥന തുടങ്ങണം. സ്തോത്രം. അതിനു പകരം നിറവറുമായിരിക്കുന്ന സഹോദര്യം കൊണ്ട് പൂന്തോട്ടം വഴിയെല്ലാം നടന്ന് ഷൂട്ട് ചെയ്യാനും, സ്തോത്രം, ആവശ്യമില്ലാത്തെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ദൈവത്തിന് പോകണ്ടേ. മനസ്സിലായല്ലോ? പ്രപഞ്ചമോഹങ്ങളെല്ലാം വർജിക്കണം. നമ്മുടെ പോക്കും രീതിയും ഇടപാടും എല്ലാം കാണുമ്പോഴേ ലോകത്തിന് മനസ്സിലാകണം നമ്മൾ വേർപെട്ട ദൈവമക്കളാണ്. മനസ്സിലായല്ലോ? ഈ ലോകമായിട്ട് നമുക്ക് യാതൊരു പറ്റുമാനവും ഇല്ലെന്ന് ബോധ്യമാകത്തക്ക നിലയിൽ വേണം ഒരു ദൈവ പൈതലിന്റെ ജീവിതം മുന്നോട്ട് പോകാൻ. സ്തോത്രം. ആ കാര്യത്തിൽ നോ കോംപ്രമൈസ്. പറയാനുള്ളത് സ്ട്രൈറ്റ് ഫോർവേഡ് പറയുക, അംഗീകരിക്കുക, അനുസരിക്കുക. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇന്ന് വരെ ചെയ്ത കാര്യം ഞാൻ പറയുക. വചനത്തിന് വിരുദ്ധമായി ഇത് കണ്ടാലും നിശ്ചയമായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒളിച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധയുടെ ഉപദേശത്തിനകത്ത് യാതൊരു ഏറ്റക്കുറച്ചിലുമില്ല. മോശയോട് പറഞ്ഞ അതേ വാചകം വള്ളി പുള്ളി തെറ്റാതെ യോശുവ പറഞ്ഞു, അയ്യോ അത് മോശച്ചാന്റെ ചെരുപ്പല്ല, ഇത് ഇപ്പോഴത്തെ ഈ ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞു എന്താ ചെരുപ്പാന്നറിയോ? പിന്നെ ഇട്ടാൽ ഇട്ടതാണ്, കണ്ടാലുണ്ടോ ഒരു അഴക് എന്ന് വല്ല യോശുവ പറഞ്ഞോ? അന്ന് പറഞ്ഞ അതേ പ്രമാണം ഇപ്പോഴും പറഞ്ഞു, കാലും ചെരുപ്പ് അഴിച്ചു കളഞ്ഞോളാൻ. എടുത്തു പറയാണേ, യോശുവ അങ്ങനെ ചെയ്തു. അതിന്റെ ഗുണമാ മുന്നോട്ടുള്ള അധ്യായങ്ങൾ മുഴുവൻ വായിക്കുമ്പോൾ കാണുന്നത്. ചുമ്മാതാണോ ഇറങ്ങി വിരൽ കൊണ്ട് പറഞ്ഞപ്പോഴേ സൂര്യനും ചന്ദ്രനും ഒക്കെ അവിടെ നിന്നേ? നമ്മൾ ഇറങ്ങി വിരൽ ചൂണ്ടുമല്ലോ, ചൂണ്ടെന്ന് അറിയാതെ അടി മേടിച്ചോണ്ട അകത്തോട്ട് കയറിപ്പോരുന്നു. അതുകൊണ്ട് വിരലൊന്നും ചൂണ്ടാൻ പോകാതെ മര്യാദയ്ക്ക് ഇരിക്കുക കുറച്ചുകൂടെ നല്ലത്.
യോശുവയുടെ കാലിൽ ഓരോ ജോഡി ചെരുപ്പുണ്ടായിരുന്നു. നമ്മള് ചാക്ക് നിറച്ച് ചെരുപ്പുമായിട്ടാണ് നിൽക്കുന്നത്. സ്വോത്രം. നമ്മുടെ ചിന്ത ചെരുപ്പ് അഴിക്കുന്നപ്പോ ഏത് ചെരുപ്പ് അഴിക്കേണ്ട നമ്മൾ ആലോചിക്കുന്നത്. അത്രയ്ക്കുണ്ടല്ലോ നമ്മുടെ കാലിൽ ചെരുപ്പ്. ചില്ലറ പോക്കും വരുമല്ലല്ലോ. അപ്പൊ ചെരുപ്പിന്റെ എണ്ണം കൂടും. സ്വോത്രം. യോശുവയോട് അഴിക്കാൻ പറഞ്ഞപ്പോ ഒറ്റ ചെരുപ്പ് അഴിക്കാണോ? നമ്മളവിടെ ആലോചിക്കുക, നമുക്ക് ഇതിനകത്ത് ഇനി ഏത് ചെരുപ്പാ കളയണ്ടേ? പുള്ളി അങ്ങനെ പറഞ്ഞത് എല്ലാം എടുത്ത് കളയാൻ പറ്റുമോ? സ്വോത്രം അല്ലേ? കളയണം, വേണ്ടെന്നല്ലല്ലോ. പോട്ടെ, ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായി, അത്രയും മതി. അപ്പോൾ വിശുദ്ധിയുടെ പ്രമാണത്തിനകത്ത് വിട്ടുവീഴ്ചയില്ല. ഗ്രൂപ്പിസം, വേർതിരിവുകൾ, നാടൻ ഭാഷ പറഞ്ഞ പടലപ്പണക്കങ്ങൾ ഒന്നും നടക്കുകയില്ല. ഇതെല്ലാം വെച്ചുകൊണ്ട് 15-ാം അധ്യായത്തിന്റെ പുനരുദ്ധാനത്തിന് വേണ്ടി ആലോചിച്ചു പോയാൽ ഒരു രക്ഷയില്ല. സ്തോത്രം. ഞാൻ എന്തായാലും പറഞ്ഞില്ലേ, ഈ ഗംഭീരധ്വനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആളുകൾ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ മീഖായേലാണല്ലോ ഈ കാഹളം ഊതുന്നത്. അപ്പൊ ഏതായാലും പതുക്കെ പുള്ളി ഊതുകയല്ല, ഒരു 1.5 ഊത്തായിരിക്കും. അപ്പം എത്ര ഉറക്കത്തിലാണ് ഞാനത് കേൾക്കും, ചാടി എഴുന്നേൽക്കുമെന്നും പറഞ്ഞാൽ നമ്മൾ ഈ പോക്ക് മുഴുവൻ പോകുന്നത്. എന്നാൽ അങ്ങനല്ല ഈ കാഹളത്തിന്റെ പ്രശ്നം. അങ്ങനെ എല്ലാരും ഇത് കേൾക്കുകയല്ല. അവിടുത്തെ ലിസ്റ്റിനകത്ത് പേരുള്ളവർ മാത്രമേ കേൾക്കുള്ളൂ. അവരെ പേർ ചൊല്ലി വിളിക്കുന്ന കാഹളമാണ് ഈ കാഹളം. ഒരു തെളിവ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ലാസറിന്റെ കല്ലറക്കൽ കർത്താവ് ചെന്നു, മരിച്ച് 4 ദിവസം നാറ്റം വെച്ച അവസ്ഥ അല്ലേ? യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്. അവിടെ നിന്ന് കർത്താവ് ഒരു വിളി വിളിച്ചു, ലാസറേ പുറത്തു വരിക. ഞാനൊന്ന് തിരുത്തി പറയട്ടെ. കർത്താവ് അവിടെ നിന്ന് വെച്ച് പുറത്തു വരിക എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ അവിടെയുള്ള കല്ലറയ്ക്കകത്ത് അടക്കിയിരിക്കുന്ന മുഴുവൻ അണ്ണന്മാരും പുറത്തു വന്നേന്. അങ്ങനെ എല്ലാത്തും കൂടെ കൂട്ടത്തോടെ എടുത്തുകൊണ്ട് പോകുന്ന ഹോൾസെയിൽ പരിപാടി ദൈവത്തിനില്ല. തനിക്കുള്ളവരെ അവൻ അറിയുന്നു, അവയ്ക്കൊക്കെ അവൻ പേർ വിളിക്കുന്നു. സ്തോത്രം. അങ്ങനെയുള്ളവർ മാത്രം ഈ കാഹളം കേൾക്കൂ. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത് നമ്മുടെ പേര് അവിടെ ഉണ്ടെന്നുള്ളത്. ഞാൻ വിഷയം മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. മറക്കരുത്, നമ്മുടെ ഇടയിൽ യാതൊരു കാര്യത്തിനും ഗ്രൂപ്പിസമോ വിഭാഗ്യതയോ പാടില്ല. നമുക്ക് വേണ്ടത് എപ്പോഴും യൂണിറ്റിയാണ്, ഐക്യതയാണ്. ഭൂമി വെച്ച് 2 പേർ ഒരു വിഷയത്തിൽ ഐകമത്യപ്പെട്ടാൽ പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് അത് ചെയ്തു തരും. കാരണം കർത്താവിന് അറിയുന്നത് വലിയ ബന്ധപ്പാടുള്ള കാര്യമാണ്. 2 പേരെ ഐകമത്യപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ അല്പ പ്രയാസമാണ് കർത്താവിന് അറിയാം. ഏത് യോഗത്തിന് പോണ കാര്യത്തിന് ആലോചിച്ച് നോക്കിയേ, അവരെന്തും പോട്ടെ, നമുക്ക് പിന്നെ ഒരുമിച്ച് അങ്ങ് പോകാം. നിന്നെ അങ്ങ് ചെല്ലുതോടം വരെ അവര് പറഞ്ഞ കേട്ടോട്ട് വന്നേക്കണം, അവര് പോട്ടെന്ന്. എപ്പോ 2 കൂടെ ഉറത്തോട്ടാ പോണത്, അതുപോലും ഒരുമിച്ച് പോകാൻ മനസ്സില്ല. ഒരേ ഹോളിലേക്കാ പോണത്. ഭാഗ്യം കൊണ്ട് ഒരേ ബസ്സിലും ആയിരിക്കും കയറുന്നത് അല്ലേ? അവര് പോട്ടെ, നമുക്ക് പറയാൻ അങ്ങ് പോയാൽ മതി. അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ ആ പുള്ളിക്കാരായിരിക്കും ഞാനും കൂടെ കയറിയിരിക്കണം. എന്തിന്? ഉപദേശിക്കാനോട്ട് സമ്മതിക്കുകയില്ല. അവര് പോയി കേട്ടോ, നമുക്ക് പുറകെ ചെന്നാ മതി. ഈ ഹോളിലൂടെ വന്നാൽ കയറുവോ? ഇല്ലല്ലോ. താറാവ് മുട്ടയിട്ടച്ച് നിൽക്കും പോലെ പരിങ്ങി നിൽക്കുകയല്ലേ. സ്തോത്രം. ഞാൻ എന്തിനാ പറഞ്ഞറിയാമോ? ഈ വക ഡിവിഷൻസ് ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ക്രിസ്തുവിൽ നാം ഒരു ശരീരമാണെന്നുള്ള തിരിച്ചറിവ് നിന്നാൽ രക്ഷപ്പെട്ടു. സ്തോത്രം. കൊരിന്ത്യലേഖനത്തിൽ ഞാൻ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്ക് എന്നെ എപ്പോഴും സന്തോഷിച്ചൊരു വാക്യമുണ്ട്. നട്ടവനും നനച്ചവനും ഏതുമില്ല, വളരുമാറാക്കുന്നതോ ദൈവമത്രേ. നമുക്കൊന്നും പറയാനില്ല പ്രിയരെ. ദൈവം തന്നതല്ലത് വല്ലതും ഉണ്ടോ? ദൈവം ചെയ്തല്ലാതെ വല്ലതും നമുക്ക് പറയാനായിട്ടുണ്ടോ?
ഇല്ലല്ലോ. സ്തോത്രം. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ആ, ദൈവത്തിന്റെ മഹാദയം കാരണം അല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാനായിട്ടില്ല. തന്നതെല്ലാം ദൈവം തന്ന 2024 എന്തെല്ലാം നന്മകൾ ദൈവം നമുക്ക് തന്നു, അല്ലേ? കഴിഞ്ഞ ശനിയാഴ്ച ഇല്ലായിരുന്ന കീർത്താംശം ആരുടെയാന്ന് ഞാൻ പറയുന്നില്ല. ദൈവം തന്നതല്ലേ, എനിക്കൊന്നും തന്നില്ല, എന്നാലും പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് തന്നതിനെ കുറിച്ചല്ലാതെ നമുക്കൊന്നും പുകഴ്ച പറയാനില്ല പ്രിയരെ. ആ, ഇതെല്ലാം കിട്ടുന്നോറും നമുക്ക് ദൈവത്തിൽ ഒന്നുകൂടെ വിധേയപ്പെട്ടും താഴ്ന്നും പോകാനല്ലാതെ, സ്തോത്രം, മറ്റൊന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത്. ഞാൻ മുന്നോട്ട് പോകുന്നു. അപ്പൊ 1-ാം അധ്യായത്തിലെ വിഷയം ഈ ഡിവിഷൻസ്, ഗ്രൂപ്പിസം. ചിലര് പൗലോസിന്റെ പക്ഷക്കാർ, ചിലര് അപ്പല്ലോസിന്റെ പക്ഷക്കാർ, ചിലര് കേഫാവിന്റെ അഥവാ പത്രോസിന്റെ പക്ഷക്കാർ. ഇങ്ങനെ പല ഗ്രൂപ്പിസമാണ്. കൃപാവരത്തിനൊട്ട് കുറവുമില്ല. 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ വചനം കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളുന്നില്ല. അപ്പൊ അവന് സഭയ്ക്കകത്തുണ്ടെന്നുള്ള ഉറപ്പായി. എല്ലാം വെള്ളയിട്ടോണ്ടിരിക്കുന്നു കരുതി പ്രാകൃതനല്ല ആത്മീയനാണെന്നൊന്നും ചിന്തിക്കരുത്. സ്തോത്രം. പിന്നെ പണ്ട് ഉപദേശിച്ച് പറഞ്ഞത് തൽക്കാലം ദൈവം കയ്യാലപ്പുറത്തിരിക്കട്ടെ, ദൈവനാമത്തിൽ 2 കൊടുക്കുക എന്ന്. ആ, ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞ വേദോസം കയ്യാലപ്പുറത്ത് വെച്ചു പറഞ്ഞ തൽക്കാലം ദൈവം കയ്യാലപ്പുറത്തിരിക്കട്ടെ, ദൈവനാമത്തിൽ 2 കൊടുക്കുക എന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്. സ്തോത്രം. അപ്പൊ വേഷവിധാനങ്ങൾ കൊണ്ടോ പുറമേ ഉള്ള പ്രകടനങ്ങൾ കൊണ്ടൊന്നും ആരെയും നാം ഉൾക്കൊള്ളേണ്ടതില്ല. പക്ഷേ വചനം ഉൾക്കൊള്ളുന്നവനാണെങ്കിൽ വെരി ഗുഡ്. വചനത്തിന്റെ പ്രമാണത്തോട് പ്രതികരിക്കുന്നവനാണെങ്കിൽ രക്ഷപ്പെട്ടു. വചനം കേൾക്കാൻ താല്പര്യമുള്ളവനാണെങ്കിൽ, വചനത്തിന്റെ അന്തസത്ത മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. വചനത്തിൽ രസിക്കുന്നവനും വചനത്തിൽ സന്തോഷിക്കുന്നവരുമായിരിക്കണം നാം. ഞാൻ എപ്പോഴും ഓർക്കും, തിരുവഴുത്ത് പറഞ്ഞ തേനിനേക്കാളും തേൻ കട്ടയേക്കാളും മധുരമാണെന്ന് പറഞ്ഞ തേൻ ദൈവവചനം അല്ലേ? ഈ തേൻ കുടിക്കുന്നതിനിടയ്ക്ക് മയങ്ങുന്ന ആരെയും കണ്ടിട്ടുണ്ട്? ഉടനെ ആ പുസ്തകത്തിനകത്ത് എത്ര പ്രാവശ്യം ഈത്ത വീണിട്ടുണ്ട്. സ്തോത്രം. വായിച്ചിരുന്ന് ഇങ്ങനെ പോകുന്ന പോട്ടെ. ഞാൻ പറഞ്ഞതേ, ദൈവവചനം വായിക്കാൻ ധ്യാനിക്കുള്ള ആവേശം വായിക്കും തോറും നിർത്താൻ തോന്നുകയില്ല. പിന്നെയും ആ ഭാഗം ഒന്നുകൂടെ വായിക്കാൻ അല്ലേ? വചനം എൻജോയ് ചെയ്താത്ത ഗുണം ഇതാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് കൊലോസ് ലേഖനം നിരവധി തവണ ഒന്ന് വായിച്ചു വിട്ടു. ഉച്ച ലേഖനമല്ലേ, ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം കൂടെ ആയതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. വായിക്കും തോറും പിന്നെയും വായിക്കാൻ. ഒരു പ്രാവശ്യം വായിച്ചപ്പോൾ കിട്ടിയ പ്രകാശനമല്ല വീണ്ടും വായിക്കുമ്പോൾ. അപ്പോൾ കിട്ടുന്നതല്ല, അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ കിട്ടുന്ന പ്രകാശനം. വെളിപ്പാടല്ല ഞാൻ പറഞ്ഞ വചനത്തിന്റെ പ്രകാശനം. സ്തോത്രം. പോട്ടെ. 2-ാം അധ്യായത്തിൽ അതാണ് പ്രശ്നം. 3-ാം അധ്യായത്തിലെ കാര്യം വേഗം പറയാം. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ച്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അടുത്തത്. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷ മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? മതി. 3-ാം അധ്യായത്തിൽ അടുത്ത പ്രശ്നം അറിയാമോ? കട്ടിയായിട്ടുള്ളതൊന്നും വേണ്ട, ഇപ്പോഴും പാല് മതി. രക്ഷിക്കപ്പെട്ട എന്നാ അത് കുക്ക് സാഹിബിന്റെ കാലത്ത് കഴിക്കുന്നതോ ഇപ്പോഴും കുപ്പിക്കാത്ത പാല്. പിന്നെ അന്നൊക്കെ എന്തോ ആണെന്ന് അറിയോ? അയ്യോ എന്റെ പൊന്നു പാസ, ഇന്നത്തെ പോലെ വല്ലോ ആണോ അന്ന്?
അന്നൊക്കെ എന്തോ ആയിരുന്നു, ഞാനും അത് ചോദിക്കുന്നത്, എന്തോ ആയിരുന്നു. എടാ ഇന്നും പാലല്ലേ നീ കുടിക്കുന്നത്? എബ്രായത്തിൽ പറയാ, കാലം നോക്കിയാൽ നീയൊക്കെ ഉപദേഷ്ടക്കന്മാരാകേണ്ടവരാ. കട്ടിയുള്ള ഒരു സാധനം പറയാൻ സമ്മതിക്കുകയല്ല. വിശ്വാസത്തിൽ വന്നിട്ട് 10-40 വർഷമായി സാക്ഷി പറയുമ്പോൾ ഇന്നും എന്റെ കർത്താവ് ജീവിക്കുന്നു ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 40 വർഷം പിന്നെ എന്തോർത്താ വിശ്വസിച്ചേ? ഇപ്പോഴാണ് മനസ്സിലായത് ദൈവം ജീവിക്കുന്നെന്ന്. എന്നെ വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ ഉറയ്ക്കുന്നു. എപ്പം? വർഷം 40ആയി. ഇപ്പോഴാ ഉറപ്പുണ്ടായി വിടുവിക്കുന്ന ഒരാളുണ്ടെന്ന്. കേട്ടോ? എന്തേ കാര്യം അറിയാമോ? കട്ടിയായിട്ടുള്ള ഒരു ആഹാരം വേണ്ട. പിന്നെ പാസ്റ്റർക്ക് അതാ ഇഷ്ടം. സ്പൂണിനകത്ത് കോരി കൊടുക്കുകയാണെങ്കിൽ പുള്ളിക്ക് എളുപ്പമുണ്ട്. പെട്ടെന്ന് 12:30 എല്ലാവർക്കും സ്പൂണിനകത്ത് കൊടുക്കുമ്പോഴത്തേക്കിന് 12:30 ആകും. പിന്നെ പെട്ടെന്ന് പ്ലേറ്റും കഴുകി വെച്ചിട്ട് പോയാൽ മതിയല്ലോ. ചെറിയ നല്ല കട്ടിയുള്ള പീസ് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിലല്ലേ പെട്ടെന്ന് പണി തീരുന്നേ. ഇങ്ങനെ സ്പൂണിനകത്ത് കോരി കോരി കൊടുക്കുകയാണെങ്കിൽ സമയം തീർക്കാൻ എളുപ്പമുണ്ട്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ആകരുത്. പിന്നെ വചനത്തിലെ കട്ടിയുള്ള ഭക്ഷണം കഴിക്കാനുള്ള ശേഷി ദൈവമക്കൾക്ക് ഉണ്ടാകണം. പോകാനുള്ളവരുടെ യോഗ്യത ഞാൻ ഈ പറഞ്ഞേ. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ അങ്ങ് ചെന്ന് കഴിഞ്ഞ് നമ്മിലൂടെ നടക്കേണ്ട ശുശ്രൂഷകൾ, ദൈവിക പദ്ധതികൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിവുണ്ടാകണം. ഞാൻ ഇന്നൊരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ, സാധാരണ ഒരാൾ മരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. വാത്സല്യ ഫിലിപ്പോസച്ചാൻ കഴിഞ്ഞ 83 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു. ശാരീരികമായ ക്ഷീണം ക്ലേശമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ചില ദിവസങ്ങളിൽ കച്ചറയുടെ പോണ്ടി വന്നുവെങ്കിലും കഷ്ടതയില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, വേദനയില്ലാത്ത, കഷ്ടപ്പാടില്ലാത്ത നിത്യയുടെ തുറമുഖത്ത് വാത്സല്യ ഫിലിപ്പോസച്ചാൻ ചെന്ന് കയറുന്നു. ഒരാൾ പറഞ്ഞു നിത്യയുടെ തുറമുഖത്ത് ചെന്നു. പിന്നെ പുറകെ വന്ന ആള് പറഞ്ഞു ബെയ്യൂരുടെ തീരത്ത് കാണാം. പുള്ളി പറഞ്ഞപ്പോ അത് ബെയ്യൂരുടെ തീരമായി. മറ്റേ ആള് പറഞ്ഞു നിത്യതയിൽ എത്തി. പുറകെ അനുശോചന സമയം കൊടുത്ത ആള് പറഞ്ഞു ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു. ഓക്കെ, അതങ്ങനെ. പിന്നെ മറ്റൊരാള് പറഞ്ഞു ദൈവസേന ഇപ്പോൾ സന്തോഷിക്കുന്നു. നിങ്ങൾ പറ, ഇതിൽ ഏതാ വിശ്വസിക്കണ്ടേ? നിത്യതയിലെത്തിയോ, ക്രിസ്തുവിൽ മറിഞ്ഞോ, ദൈവസേന സന്തോഷിക്കുകയാണോ, ബെയ്യൂരുടെ തീരത്താണോ? അങ്ങനെ ചോദിച്ചല്ല, പോയെന്നുള്ളത് അറിയാം. ഉള്ള സത്യം പറഞ്ഞു നമുക്ക് അത്ര ഒരു അറിവേ ഉള്ളൂ. കക്ഷി പോയി. ഇത് അപ്പുറത്തേക്ക് ഇനി നിത്യതയോട്ടാണോ പോയത്, ബെയ്യൂരുടെ തീരത്താണോ, ക്രിസ്തുവിൽ മറയുകയാണോ, അതിനപ്പുറത്തേക്കാണോ? നമ്മൾ പോകുന്നു, നമ്മളും പോകും. എങ്ങോട്ട് ഒക്കെ പോകുന്നേ? എങ്ങോട്ടാന്ന് ചോദിച്ചാ പിന്നെ പോവും. എല്ലാരും വണ്ടിയെ കയറി ടിക്കറ്റ് കൊടുത്തിരിക്കുക. എങ്ങോട്ടാ പോകുന്നു ഒരു പിടിയില്ല. ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ടിക്കറ്റും എല്ലാം കൈ പിടിച്ച് പാസ്പോർട്ട് കൈ വെച്ചുണ്ട് ഫ്ലൈറ്റ് എൻട്രൻസ് ഗേറ്റിലേക്ക് കയറാനുള്ള അനൗൺസ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ നമ്മളെല്ലാം ഇരിക്കുന്നത്. ഏത് ഫ്ലൈറ്റിലാണ് കയറുന്നത്, എങ്ങോട്ടാ പോകുന്നത്, അതൊന്നും പിടിയില്ല. അത് അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ പോവുക, അത്രേ ഉള്ളൂ. അത് നമ്മുടെ ഫ്ലൈറ്റ് ആയാലും കൊള്ളാം, നമ്മുടെ ടിക്കറ്റ് ആയാലും കൊള്ളാം, അനൗൺസ്മെന്റ് വന്നോ നമ്മൾ പോകും, ഇത്രയേ ഉള്ളൂ. ഈ രൂപത്തിലാണ് നമ്മുടെ പോക്കും ഇടപാട്. ഞാനൊരു കാര്യം പറയട്ടെ, ഫിലിപ്പോസച്ചാൻ കഷ്ടതയില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, ഭാരങ്ങളില്ലാത്ത ഇമ്പങ്ങളുടെ പർദീസയിൽ ചെന്നെന്നൊക്കെ പറയുമ്പോൾ, ഇനി ഇമ്പങ്ങളുടെ പർദീസ ആണെങ്കിൽ എനിക്ക് എതിരൊന്നുമില്ല, നിത്യതയിലാണെങ്കിലും എനിക്ക് എതിരില്ല, ബെയ്യൂരുടെ തീരത്താണെങ്കിലും എനിക്ക് എതിരില്ല, ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുകയാണെങ്കിലും വളരെ സന്തോഷം. എന്റെ പ്രശ്നം ഇതൊന്നുമല്ലേ, എവിടെയെങ്കിലും ആയിക്കോട്ടെ. അവിടെ ചെന്ന് കഴിഞ്ഞ കഷ്ടതയില്ലെന്നും ഭാരമില്ലെന്നും ബുദ്ധിമുട്ടില്ല, ഈസി പീസി ലൈഫാണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ തെറ്റി. അത്രയും പറയാനായിട്ടാണ്. ഞാനൊരു കാര്യം തീർത്ത് പറയും. അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്കുള്ള അധ്വാനം, കഷ്ടപ്പാട് ഓർത്താൽ അങ്ങോട്ട് പോണോന്നേ തോന്നുകയില്ല. അതാ ഉള്ള സത്യം. ഇറങ്ങി പോകരുത് ക്ലാസ്സിൽ നിന്ന് ആരും. അങ്ങനെ പിടിപ്പത് പണി നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞുണ്ട്. അല്ല അവിടെ ചെന്ന് ഇങ്ങനെ നമ്മൾ ചെന്നറിയാമോ, നമ്മൾ ഇവിടുന്നൊക്കെ അങ്ങ് ചെന്ന് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ യാതൊരു ഇടപാടും ഇല്ല. അവിടെ എന്താ പറയാ,
ഓരോ മാസം ഓരോരോ ഫലങ്ങൾ വീതം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ അല്ലേ. ഇടയ്ക്ക് 2 ഗ്ലോറി പറഞ്ഞേച്ച് ഒരു ആപ്പിളിന്റെ 2 കഷ്ണം കഴിച്ചു. പിന്നെ ഇങ്ങോട്ട് മാറി മുന്തിരിങ്ങ 2 എണ്ണം തിന്നു. പിന്നെ അപ്പുറത്ത് ചെന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ഒരെണ്ണം പറിച്ച് കഴിച്ചു. ഇങ്ങനെയൊക്കെ പഴമൊക്കെ തിന്ന് പിന്നെ പാലും തേനും ദേശമായതുകൊണ്ട് കുറച്ച് പാലും ഒക്കെ കുടിച്ച് ഇങ്ങനെ കാറ്റ് പോലൊക്കെ നടക്കുകയാണ് നമ്മുടെ ചിന്ത. ഇരുന്നാ മതി. സ്തോത്രം. അടിയൊന്നും ആയിട്ടില്ല, വടി വെട്ടാൻ പോയിട്ട് വളർന്ന് പണ്ട് വല്യപ്പൻ പറഞ്ഞതുപോലെ നമുക്ക് പണിയൊന്നും ആയിട്ടില്ല, പണി മുഴുവൻ കിടക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഉഴപ്പി തല്ലി തന്നമ്പിന്നം പാടി നടക്കുന്നൊക്കെ അങ്ങോട്ട് ചെല്ലാനായിട്ടിരുന്ന നല്ല ഇടപാടായി. സ്തോത്രം. ഇവിടെ നീ ചെറിയ കാര്യത്തിൽ വിശ്വസനാണെന്ന് തെളിയിച്ചെങ്കിൽ മാത്രമേ അവിടെ ചെന്നാലും നിനക്ക് രക്ഷയുള്ളൂ. ഞാൻ നിനക്ക് 2 താലന്തല്ലേ തന്നത്, യെസ്, 2 കൂടെ നേടിയല്ലോ, വെരി ഗുഡ്. 5 അല്ലേ തന്നത്, 5 കൂടെ നേടിയല്ലോ, വെരി ഗുഡ്. ഇവിടെ അത് പ്രൂവ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ദൈവം നിന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ നീ എത്രത്തോളം നീ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. ഹൗ ലോങ് യു ആർ ഫെയ്ത്ത്ഫുൾ. എത്രത്തോളം നിങ്ങൾ വിശ്വസ്തരായിരുന്നു എന്നുള്ളത് ജീവിതം കൊണ്ട് പ്രൂവ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അതാ വെളിപ്പാട് ദിവസം ഒരു വാക്കുണ്ട്, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. കണ്ടോ? സ്തോത്രം. ഇവിടെ തുടങ്ങി വെക്കുന്നുള്ള അവിടെയാ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ അതിനുള്ള ട്രെയിനിങ് ആണ് ഈ വചനത്തിനകത്തൂടെ നമുക്ക് കിട്ടുന്നത്. അവിടെ ചെന്നാൽ നമുക്ക് പണി കിടക്കുന്നത് മുഴുവൻ. അതിനിവിടെ ട്രെയിൻ ചെയ്തേ പറ്റൂ. സ്തോത്രം. അതാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറയത്തില്ല, നമ്മുടെ ചർച്ച അതായിരിക്കണം. ഒരാൾ നമ്മുടെ സഭയിലേക്ക് കയറി വന്നാൽ അദ്ദേഹത്തിന് ഫീൽ ചെയ്യണം ഇത് എന്താണെന്നുള്ളത്. ഞാൻ പല പ്രാവശ്യം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? അത് മറന്നുപോയി. ഞാൻ പണ്ട് അമേരിക്കൻ വിസ കിട്ടാൻ എംബസി പോയ കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഇല്ലായിരുന്നു അന്നത്തെ ക്ലാസ്സിൽ. ഇനി ഓർക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം, സമയം പോയാലും വേണ്ടില്ല. എനിക്ക് അമേരിക്കയിൽ 1-2 കൺവെൻഷനും ചില പ്രോഗ്രാം ഒക്കെ ആയിട്ട് എന്നെ മീറ്റിംഗ് ക്ഷണിച്ചു. ഞാൻ അമേരിക്കൻ വിസ കിട്ടാൻ വേണ്ടി ചെന്നൈ എംബസി ചെന്നു. രാവിലെ 7:30 എനിക്കുള്ള ടൈം. കൃത്യസമയം ഞാൻ തലേദിവസം തന്നെ അവിടെ ചെന്നു. കറക്റ്റ് സമയത്ത് ഞാൻ ചെന്ന് ക്യൂ നിൽക്കുക. കൃത്യസമയം. നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ ടൈം പോലെയല്ല അമേരിക്കയിൽ ഇടപാട്. റോഡിനകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് അത്ഭുതപ്പെട്ടു. കാരണം ഇത് അമേരിക്കൻ എംബസിയാ. ഇന്ത്യയിൽ ചെന്നൈ നഗരത്തിലാണ് അമേരിക്കൻ എംബസി ഇരിക്കുന്നതെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ മേൽ യാതൊരു ഇടപാടുമില്ല. അവരുടെ കൺട്രോൾ അല്ല ഇത്. അമേരിക്കൻ എംബസി ആയതുകൊണ്ട് അമേരിക്കൻ സിസ്റ്റവും അമേരിക്കയുടെ നിയന്ത്രണവും. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അമേരിക്കൻ എംബസിയാണ് ചെന്നൈയിലുള്ളത്. അതുകൊണ്ട് ആ ഫങ്ഷൻസ് കംപ്ലീറ്റ് അമേരിക്കൻ സിസ്റ്റം. കയറി ചെല്ലുമ്പോൾ മുതൽ നമ്മുടെ ബോഡി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു, വാച്ച്, പേന, മൊബൈൽ എല്ലാം സ്കാൻ ചെയ്ത് അപ്പുറത്തൂടെ വന്നു കഴിഞ്ഞ് അവിടുത്തെ ഇതെല്ലാം മേടിച്ച് പിന്നെ നടന്ന് അപ്പുറത്തോട്ട് പോയി കഴിയുമ്പോണ്ടല്ലോ മെയിൻ ഇന്റർവ്യൂ ഭാഗത്തേക്ക് ചെല്ലുന്നോടം വരെ അമേരിക്കയിൽ ചെന്ന ഒരു പ്രതീതിയാണ്. അതാണ് അമേരിക്കൻ എംബസിയുടെ ഗുണം. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു പതിപ്പാണ് ഈ അമേരിക്കൻ എംബസി. അമേരിക്കയിൽ എങ്ങനെ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കലായി പോകുന്നു, അവിടുത്തെ ഫങ്ഷൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ചെന്നൈയിൽ അമേരിക്കൻ എംബസിയും ഫങ്ഷൻ ചെയ്യുന്നത്. അവിടുന്ന് കയറി ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഏത് ഭാഷയാണോ, മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ് എന്ന് ഉണ്ട്. നമ്മൾ ഏത് ഭാഷയിലാണോ എടുത്തിരിക്കുന്നത് അതിന്റെ അവിടെ പോയി ക്യൂ നിന്നാൽ മതി. നമ്മളെ ടേണാൻ വിളിക്കും. അങ്ങോട്ടാ പോകുന്നത് നമ്മൾ നടക്കുന്ന ഷൂവിന്റെ ചെറിയൊരു ശബ്ദമല്ലാതെ പിൻ ഡ്രോപ്പ് സൈലന്റ് അവിടെ. നമ്മളാണെങ്കിൽ ഇവിടുന്ന് കുഞ്ഞമ്മാമയും വിളിച്ച് അമ്മണിയേയും വിളിച്ച് അല്ലേ, എടി എന്നെ കണ്ടേച്ചാ പോള് കേട്ടോ എന്ന് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും അതിതും എല്ലാം പറഞ്ഞല്ലേ. ഞാൻ മിസ് കോൾ ഇടാം, അന്നേരം ഇറങ്ങി വന്നാൽ മതി. ആ മിസ് കോൾ കൊണ്ട് ചെന്നാൽ നീ വിവരം അറിയാം അവിടെ. ഞാനും അങ്ങനെ പോയി നിന്നു. എനിക്കും ടൈമായി. ഞാൻ ഇംഗ്ലീഷിലായിരുന്നു കൊണ്ട് ചെന്നു. എന്റെ പൊന്നെ, ഞാൻ ചെന്നിട്ട് ഈ സായിപ്പിന്റെ മുഖത്തേക്ക് നോക്കണ്ടേ, പുള്ളി എന്റെ മുഖത്ത് പോലും നോക്കാതെ ഞാൻ വലിയ അതേ ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറഞ്ഞു. പുള്ളി എന്റെ മുഖത്തോട് നോക്കുന്നില്ല. ഗുഡ് മോർണിംഗ് ഇങ്ങനെ
പ്ലീസ് ഗീവ് മി യുവർ പാസ്പോർട്ട്. ഞാൻ ഉടനെ പാസ്പോർട്ട് എടുത്തു കൊടുത്തു. പിള്ളേർ ഇങ്ങനെ ടൈപ്പ് ചെയ്തുണ്ട്. ഓക്കെ, എന്തിനാ അമേരിക്കയിൽ പോകുന്നത്, എത്ര ദിവസം ഉണ്ട് അവിടെ, എന്താണ് പ്രോഗ്രാം, ഇതെല്ലാം ചോദിക്കുമ്പോൾ ഞാനിവിടെ നിൽക്കില്ല. പുള്ളി എന്നെ നോക്കണ്ട, ഇങ്ങനെ കമ്പ്യൂട്ടർ നോക്കി ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ട് ഇതെല്ലാം ചോദിക്കുന്നത്. ഞാൻ പുള്ളി പറയുകയാണേ, ഓക്കെ യു ജസ്റ്റ് ട്രൈ ഫോർ നെക്സ്റ്റ് ടൈം, അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞ. ഇപ്പം വിസ തരികയായിരുന്നു. ഞാൻ 2 കൈ ഒപ്പിക്കൊണ്ട് താങ്ക് യു സർ, ഗോഡ് ബ്ലസ് യു അതും പറഞ്ഞേച്ച് പാസ്പോർട്ട് കയറ്റി അതും മേടിച്ചോണ്ട് അന്നേരം വന്ന് ഉച്ച കഴിഞ്ഞ് 3:30 ട്രെയിന് കയറി ഞാൻ വീട്ടിൽ പോയി. കിട്ടിയില്ല. ഞാൻ വിസയ്ക്ക് പോയതും കിട്ടാതെ പോകുന്ന കാര്യം പറയാനായിട്ടല്ല. ഞാൻ ചെന്ന എംബസി ഞാൻ എവിടേക്ക് പോകാനായിട്ടാണോ ആഗ്രഹിക്കുന്നത് അതിന്റെ എല്ലാ സിസ്റ്റവും ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നു എന്നതുപോലെ ദൈവസഭ സ്വർഗത്തിന്റെ ഒരു എംബസിയാണ്. ദൈവസഭയ്ക്കകത്ത് ഒരുത്തൻ വന്ന് കയറിയാൽ സ്വർഗത്തിൽ എങ്ങനെയാണ് അവിടുത്തെ ഫങ്ഷൻസ്, അവിടെ എങ്ങനെയാണോ നടപടിക്രമങ്ങൾ, അതിന്റെ ഒരു ഫീലിങ്സ് വേണം സഭയ്ക്കകത്ത് ഒരുത്തൻ വന്നാൽ അവൻ ആദ്യം ഉണ്ടാകേണ്ടത്. വല്ല മനസ്സിലാകുന്നുണ്ടോ? സ്വർഗത്തിലേക്ക് ആളെ കയറ്റി വിടുന്ന എംബസി ആയിട്ട് ചർച്ച് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ അതേ സിസ്റ്റത്തിൽ അതേ രീതിയിൽ വേണം സഭയും ഫങ്ഷൻ ചെയ്യാൻ. നടക്കുവോ? നടക്കണം. അത് നടക്കാത്തത് കൊണ്ടാണല്ലോ നമ്മുടെ സഭയിൽ സ്നാനം നിന്നിട്ട് നാളെ എത്രയായി. പിന്നെ അഥവാ നടന്നാൽ നമ്മുടെ പിള്ളേർ തന്നെ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ബയോളജിക്കൽ ഗ്രോത്ത് അല്ലേ ഉള്ളൂ. അതാ വിഷയം. സ്നാനം നടന്ന് ചോദിച്ചാൽ പിന്നെ കഴിഞ്ഞ മാസം സ്നാനം നടന്ന് പറയാൻ നിങ്ങൾ റെഡിയായിരിക്കുക. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, നമ്മുടെ പിള്ളേർ തന്നെ സ്നാനപ്പെട്ടെന്നുള്ള വെളിയിൽ നിന്ന് ഒരുത്തം വന്ന് കയറിയില്ലല്ലോ. അവനെ അട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഫങ്ഷൻസ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് എന്റെ ചോദ്യം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ചർച്ച ആവുള്ളൂ. ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ എല്ലാ കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ കൊണ്ടും ഒരാൾ ആദ്യമായി നമ്മുടെ സഭയിൽ വന്നാൽ അവൻ സ്വർഗത്തിൽ ചെന്ന ഒരു ഫീലിങ്സ് അവൻ ഉണ്ടാകത്തക്ക രീതിയിൽ വേണം അവിടുത്തെ ഫങ്ഷൻസ് നടക്കാൻ. അവൻ പറയണം, ഞാൻ സ്വർഗത്തിൽ പോയില്ലെങ്കിലും ഈ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ തന്നെ സ്വർഗത്തിലെത്തിയ ഒരു പ്രതീതിയാണെന്ന് അവന് തോന്നണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വേണം അവിടുത്തെ ഫങ്ഷൻസ്. അല്ലാതെ ദൈവദാസൻ പറഞ്ഞിരുന്ന കർത്താവിന്റെ 2 ദാസന്മാർ നമ്മുടെ നടുവിലുണ്ടല്ലോ, അവർക്ക് ദൈവത്തിലേക്ക് സമയം കൊടുക്കേണ്ടതായുണ്ട്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ട ദയവായി സമയം ചുരുക്കി, പാട്ടൊന്നും പാടാതെ പരമാവധി ചുരുക്കി വേഗത്തിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളെ പറയണമെന്ന് പറയുമ്പോൾ അന്ന് നിശ്ചയമായിട്ടും പാട്ടും പാടി എഴുന്നേക്കുള്ളൂ. പാട്ടും പാടി എഴുന്നേൽക്കുകയും ചെയ്യും. ഇന്ന് വരെ സാക്ഷ്യം പറയാത്ത ആളും സാക്ഷ്യം പറഞ്ഞ് എഴുന്നേൽക്കുകയും ചെയ്യും. ചുരുക്കി പറയുക അതുമില്ല. അതേ ഇന്ന് പകൽക്കാലം അതേ കടന്നു വരുവാൻ തക്കവണ്ണമായി ഇടയായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. കണ്ടോ, വന്നവൻ അന്തം വിട്ടിരിക്കുക. എന്തുവാ ഈ കടന്നു വരുവാൻ തക്കവണ്ണമായി ഇടയായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഈ തക്കവണ്ണം പൊക്കവണ്ണം ക്യുബിക്കടിയും പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നുമില്ല. നമുക്ക് പിന്നെ അങ്ങനെ കൊണ്ട് ഒരു കാര്യം നമ്മൾ നേരെ പറയല്ലോ, കടന്നു വരാൻ തക്കവണ്ണമായി ഇടയായി തീർന്നു എന്നേ പറയത്തുള്ളൂ. എന്താ തക്കവണ്ണം ഒരു പൊക്കവണ്ണം നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ശൈലി ഒക്കുകയല്ല. അങ്ങനെ നമ്മുടെ രീതികൾ വന്നു ചേരാൻ കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം കയറി ഇത്രയും പറഞ്ഞാൽ മതി. അത് പറയല്ല. വന്നു ചേരുവാൻ തക്കവണ്ണമായി ഇടയാ തീരുവാൻ തക്കവണ്ണം സാധിച്ചു. കണ്ടോ, എന്താ അതിനകത്ത് സബ്ജക്റ്റും പ്രൊഡിക്കേറ്റും വല്ലതും ഉണ്ടോ അതിനകത്ത്? സ്വോത്രം. ഞാൻ പറഞ്ഞതേ ഈ രീതി വെച്ചൊന്ന് അങ്ങോട്ട് പോകാനൊക്കെ ആയിരുന്നു ഈ പറഞ്ഞേ. കാരണം അവിടുത്തെ നമ്മുടെ ഡ്യൂട്ടി അത്ര വലുതാണ്. ഇവിടെ നാം വിശ്വസ്തരാണ് തെളിയിച്ചെങ്കിൽ മാത്രമേ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്ന് പറഞ്ഞ് ഒരു പ്രൊമോഷനിലേക്ക് കയറാൻ നോക്കൂ. 3-ാമതിലേക്ക് മടങ്ങി വരുന്നു. ആത്മീക ശൈശവത്വം. കട്ടിയായിട്ടുള്ള ഒരാഹാരം വേണ്ട. പൗലോസ് പറഞ്ഞ ഒന്നും മനസ്സിലാകുന്നില്ല. നമ്മളും പറഞ്ഞേ, എന്താണ് പുള്ളി എന്ന് പറഞ്ഞത്? എനിക്കൊന്നും എനിക്കാണേ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു, അല്ലെങ്കിൽ പിന്നെ നീ കണ്ണും തുറന്നിരിക്കുകയായിരുന്നു. പല്ലവിധേനും നിർത്തിയാ മതി എന്നോർത്ത് ഞാൻ പിന്നെ അങ്ങ് ഇരുന്നേ ഉള്ളൂ. എന്നെന്നറിയാവോ, പറയുന്ന കാര്യം ഒന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. സംഭവം അതാ. ദേവദാസൻ നല്ല വെയിറ്റ് ഉള്ള ഘനമുള്ള കാര്യം ഈ പറയുന്നത് നമുക്കോട്ട് ദഹിക്കാത്തതുകൊണ്ടില്ല. എന്താണോ പുള്ളിക്കല്ലിയിലും ഉള്ളതാ.
മനുഷ്യന് മനസ്സിലാകുന്ന വല്ലതും പറയുക അതും ഇല്ല. നമ്മളാണ് ഒരല്പം ആശ്വാസവും സമാധാനം കിട്ടാനായിട്ടാണ് ദൈവസന്നിധിയിലേക്ക് വരുന്നത്. ഉള്ള സമാധാനം കെടുത്തുന്ന കാര്യം പുള്ളിയാണ് പറയുകയും ചെയ്യുന്നത്. സ്വോത്രം. അപ്പൊ അതിന്റെ അർത്ഥം എന്നറിയുമ്പോ, വരുന്നവർക്ക് എപ്പോഴും ആശ്വാസം സുഖം കൊടുക്കുന്ന പ്രസംഗമാണെന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. ഒരു കാരണവശാലും നമ്മളെ ചെത്തി വെടിപ്പാക്കാൻ സമ്മതിക്കുകയല്ല. മനസ്സിലാകുന്നുണ്ടോ? ചിലരൊക്കെ ചെത്തിയല്ലേ ഒക്കുള്ളൂ, ചിലരൊക്കെ ഞെക്കി പിഴിഞ്ഞ് കഴിയെങ്കിൽ റെഡി ആകുള്ളൂ. അവിടെ തൊടാതിരുന്നാൽ ഒക്കുവോ? നിങ്ങൾ പല നേഴ്സിംഗ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരല്ലേ, കാലിന് മുറിവുണ്ടായി പഴുത്തിരിക്കുക, ഡോക്ടർ അത് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ ഡോക്ടർ സുദീപ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, പല്ലുവേദന എടുത്ത് നീരും വെച്ച് ഒരാള് അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ ചെന്നിരിക്കട്ടെ, ഡോക്ടർ ആദ്യം നോക്കി വെച്ച് പറയും പല്ലെടുക്കണം, പക്ഷെ ഇപ്പൊ ഈ നീര് വെച്ചിട്ട് എടുക്കാൻ പറ്റുകയില്ല. ഉടനെ പിന്നെ ഞാൻ എന്താ ചെയ്യുന്ന, നീര് കുറയാനുള്ള മരുന്ന് കൊടുക്കും. ശരിയല്ലേ? അതെ. നീര് കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ അത് നോക്കി ഇങ്ങനെ പതുക്കെ, കുഞ്ഞക്കാരെയല്ലേ കേട്ടോ, ഞാൻ ഈ പല്ലിപ്പിഞ്ഞ് എടുക്കുകയാണേ, പിന്നെ ഇപ്പൊ എടുത്തോളാം എന്ന് പറഞ്ഞു ചുമ്മാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണോ? അതൊന്നോ ഡോക്ടർ പറയും കിടന്നോളാൻ പറയും. ഇങ്ങനെ സഭയെ വന്ന് വാ പൊളിക്കാത്ത കക്ഷിയും വാ നന്നായിട്ട് പൊളിക്കും. അങ്ങനെ ഒരു സാധനം എടുത്ത് വെച്ച് പിന്നെ ഇവര് വാ അടയ്ക്കാൻ നോക്കുകയല്ല. ഞാൻ നമ്മുടെ ഡോക്ടർ സുദീപ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ശരിയല്ലേ? അപ്പൊ കൂടെ നിൽക്കുന്ന നേഴ്സാണ്ടെ ഒരു ചെറിയ സിറിഞ്ചും അതിനെ ശലം മരുന്നും കൊടുക്കും. അത് ആ മോണയുടെ ഈ സൈഡിൽ തന്നെ ചിലപ്പോ 1-2 ഇഞ്ചക്ഷൻ, പിന്നെ ഒരു മയം നോക്കില്ല. അതിനാ മരവിപ്പിക്കുന്ന. കുറച്ച് കഴിഞ്ഞേച്ച് ഇപ്പം അങ്ങനെയൊക്കെ തന്നെ ആണെന്ന് അറിയത്തില്ല, ഞാൻ പണ്ടത്തെ എന്റെ അനുഭവം ഞാനങ്ങ് പറഞ്ഞ, പിന്നെ ഇവിടെ തൊട്ട് നോക്കിയാൽ പോലും അറിയത്തില്ല അല്ലേ. അന്നേരം ആ പല്ലെടുക്കാണ് സാധനം ഉണ്ട്, അതങ്ങോട്ട് വെച്ച് നല്ല ടൈറ്റ് 2 നല്ല പിടുത്തം പിടിക്കുന്നുള്ള അപ്പതിഞ്ഞ് ഊരി പോരും പല്ല്. അവിടെ ഡോക്ടർ സുദീപ് ലോഹ്യം പറഞ്ഞുകൊണ്ടിരുന്ന പല്ല് പോരുകയല്ല. പോരുവോ? അതെടുത്ത് ആ പഴുപ്പെല്ലാം കളഞ്ഞ് എൻ്റെ അകമെല്ലാം ക്ലീൻ ചെയ്ത് മരുന്നൊക്കെ വെച്ച് സ്റ്റിച്ചൊക്കെ ഇട്ട് നല്ല റെഡിയാക്കും. അങ്ങനെ ചെയ്താലേ അത് ഒക്കൂ. നമ്മൾ പറഞ്ഞറിയാമോ, നീരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ തണുപ്പ്, പല്ലെല്ലാം കൂടെ ദ്രവിച്ചൊരു പരിവായി, വാ തുറക്കാനോ സ്തോത്രം പറയാനോ സാക്ഷി പറയാനോ പ്രാർത്ഥിക്കാനോ ഒന്നും നോക്കുകയല്ലേ. എന്നാലും നമ്മൾ പറഞ്ഞറിയാം, നമ്മൾ പറഞ്ഞ ആ കവിള് കാണുമ്പോൾ ഇന്നലകൾ നീ എങ്ങനെ കവിളുട്ടി നടന്നോ മകളെ, ഈ ദിവസങ്ങളിൽ നിന്റെ കവിൾ തുടുത്ത് ദൈവം നിന്നെ മാനിക്കുന്ന നിമിഷങ്ങളാ. പല്ലു മുഴുവൻ പുഴുത്ത് നാശമായി അങ്ങേലോത്തിയെന്നു. ഇതാ സംഭവിച്ചത്. അതിന് സോപ്പിട്ടുകൊണ്ടിരുന്നാൽ ഒക്കത്തില്ല. സ്വോത്രം. അതിന് നല്ല 2 ഇഞ്ചക്ഷനും കൊടിയിട്ട് പിടിച്ചാൽ വേരോടെ അറുത്തെടുത്തെങ്കിൽ ഈ നീര് കുറയും. നമ്മൾ സമ്മതിക്കുക, നമ്മൾ പറഞ്ഞ കവിളോ, എന്റെ കഷ്ടത കണ്ട് തമ്പുരാൻ എന്റെ മെലിഞ്ഞ കവിളുകൾ, ഒട്ടിയ കവിളുകൾ ഈ നാളിൽ എന്നെ മാനിച്ച് മറ്റാർക്കുമില്ലാത്തൊരു കവിൾ ദൈവം തന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരുതുന്നു. ഉടനെ ഉപദേശി കരകളുടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കണ്ടോ? ഇനി ഇങ്ങനെ കവിളുകൾ വേണം ആഗ്രഹമുള്ളവർ കരങ്ങൾ ഉയർത്തട്ടെ, മുമ്പോട്ട് വന്നാട്ടെ. ഇന്ന് കവിളിന്റെ ഒരു വ്യാപാരം തന്നെ. മതി, എനിക്ക് ഏതാണ്ടൊക്കെ തോന്നുന്നു. സ്വോത്രം. അവിടെ നിന്ന് സോപ്പിട്ടാൽ ഒക്കുകയല്ലെന്നാ ഞാൻ പറഞ്ഞേ. മനസ്സിലായോ? നമുക്ക് പറ്റുന്ന കുഴപ്പം ഇപ്പോഴും നമുക്ക് ഈ പാല് കുടിച്ചാൽ മതി. സ്വോത്രം. ചിലണ്ടല്ലേ ബ്രെഡൊക്കെ കൊടുത്താൽ ഇപ്പോഴും ഈ പാലിനകത്തോ ചായക്കകത്തോ മുക്കിയ തിന്നോളൂ. ഒന്നാതെ അത് സോഫ്റ്റാ, പതുപതാന്നായിരിക്കുന്നത്. അത് പാലിനകത്തും കൂടെ മുക്കിയാലോ, അങ്ങനെ തിന്നാൽ ഒരു സുഖമുള്ളൂ. അങ്ങനെ ആ സഭയിലും ബ്രെഡ് അതേപടി കൊടുത്താൽ ഒക്കത്തില്ല, പാലിനകത്തൊക്കെ ഒന്ന് മുക്കി അല്ലേ, അത് പൊക്കി എടുക്കുമ്പോൾ അത് അടന്ന് ആ ചായക്കകത്തും വീണ് അങ്ങനെയൊക്കെ കുടിച്ചാലേ നമുക്കൊരു സമാധാനവും. അങ്ങനെ കഴിച്ചാലേ ആള് ഹെൽത്തി ആകുകയല്ല. മനസ്സിലായോ? ഹെൽത്തി ആകണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും കിട്ടുന്ന നല്ല ആഹാരം കഴിക്കണം. പിടികിട്ടുന്നുണ്ടോ? അത് കഴിച്ചെങ്കിലേ
ശരീരത്തിൽ നല്ല പുഷ്ടിയും ആരോഗ്യവും ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ഈ ക്ലാസ് അല്പം നീണ്ടുപോകും, കുഴപ്പമൊന്നുമില്ല. എന്നാലും പറയാനുള്ളത് പറഞ്ഞു തന്നെ ഞാൻ പോകാം. ഞാൻ പോയിന്റ് മാത്രം തൊട്ട് പോയാമെന്നെ ചിന്തിച്ച, പക്ഷേ അത് പറ്റാതെ വരുന്നതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോവുക. ഈ ആത്മീക ശൈശവത്തിന്റെ ലക്ഷണങ്ങൾ ദൈവം എന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ പറയാം. സ്വോത്രം. ആത്മീക ശൈശവത്വം വിട്ടുകളയണം. കൊച്ചു കുഞ്ഞുങ്ങളുടെ രീതി, അവനെന്നെ തോണ്ടി, അവനെന്നെ മാന്തി, അവനെ ഞുള്ളി, എന്റെ റബ്ബർ അവൻ കൊണ്ടുപോയി. റേസർ കൊണ്ടുപോയെന്നാ പറഞ്ഞു, എന്റെ റബ്ബർ അവൻ കൊണ്ടുപോയെന്ന്. മായ്ക്കാൻ നോക്കിയപ്പോ കാണുന്നില്ല. സ്തോത്രം. സഭയ്ക്കകത്തുണ്ട് ഇതൊക്കെ, തോണ്ടി പിച്ചി എന്നൊക്കെ പറഞ്ഞു. എന്തെന്നറിയോ? ശൈശവത്വം വിട്ടിട്ടില്ല, അതാ. സ്തോത്രം. പുസ്തകം മാറി എടുത്തുകൊണ്ടുവന്ന് എത്രയോ പേരുണ്ട്. വേദപുസ്തകം പോലും മാറി എടുത്തുകൊണ്ട് പോണവര്. കണ്ണാടിയുടെ കാര്യം പിന്നെ പറയേ വേണ്ട. പോട്ടെ. ഈ ആത്മീക ശൈശവത്വം പോരാ. ഞാൻ വെറുതെ പറഞ്ഞല്ല, പൗലോസ് പറയാ, ക്രിസ്തുവാകുന്ന തലയോളം നിങ്ങൾ വളരണം. 3-ാം അധ്യായത്തിൽ പറയാ ഈ ശൈശവത്വം എന്താണെന്ന് പറയാ. കട്ടിയായിട്ടുള്ള ആഹാരം ഒന്നും കഴിക്കാതെ ഈ ഒരേ ടൈപ്പ് ഫുഡ് മാത്രം കഴിച്ച്. ചില പിള്ളേർക്ക് അങ്ങനല്ലേ, അവർക്ക് നൂഡിൽസ് മാത്രം മതി. നൂഡിൽസ് മാത്രം, അതിങ്ങനെ വിര പോലെ സ്പൂണെ കോരിയെടുക്കുമ്പോ ഞാഞ്ഞൂല് പോലെ കിടക്കുക. സ്തോത്രം. അയ്യോ, അതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങളൊന്ന് കണ്ടാൽ, അതിന്റെ പാക്കറ്റ് കാണുമ്പോൾ നിങ്ങൾ ഛർദ്ദിക്കാൻ തുടങ്ങുക. അത്ര പരുവത്തിന് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കുഞ്ഞിന് അതുണ്ടല്ലോ, അവൻ അതുണ്ടല്ലേ കഴിക്കും. ഇതൊന്നും കൊടുത്ത അവൻ കഴിക്കത്തില്ലെന്നേ. അവൻ കഴിക്കണ്ട, മേടിച്ചു കൊടു. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ ശരീരം ഒരു ഡംപിങ് യാർഡ് അല്ല, മറക്കരുത്. വേസ്റ്റ് എല്ലാം കിടക്കുന്ന ഡംപ് ചെയ്യുന്ന ഇടമല്ല നമ്മുടെ ശരീരം. അതുകൊണ്ട് ആ 3 പിള്ളേര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, പരിപ്പും വെള്ളം തന്നാ ഞങ്ങൾ അത് കഴിച്ചോളാം. സ്തോത്രം. അതിനകത്ത് തിരുവെടുത്ത് പറഞ്ഞ, തൊണ്ടയിൽ ഒരു കത്തി വെച്ചോളാൻ. ദേഷ്യം കയറുമ്പോൾ ഞെക്കാനായിട്ടല്ല. സ്തോത്രം. മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ് ഒരു വല്ലാത്ത ക്ലാസ് ആയിപ്പോയല്ലേ? അങ്ങനെയൊക്കെ പോട്ടെ, ഇടയ്ക്ക് ഇങ്ങനത്തെ ക്ലാസ്സും കൂടെ വേണമല്ലോ. സ്തോത്രം. എന്തായാലും എനിക്ക് 15-ാം അധ്യായത്തിൽ നിങ്ങളെ കൊണ്ടുവരാൻ പറ്റൂ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ വരവ് കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ ഭക്തിക്ക് കേടുവരുന്ന എല്ലാം വിട്ടുകളയണം. അത് ഗ്രൂപ്പിസമായിരുന്നാലും ശരി, വചനം ഉൾക്കൊള്ളാനുള്ള വിമുഖതയായിരുന്നാലും ശരി, ആത്മീക ശൈശവത്വമാണെങ്കിലും ശരി, അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് ആത്മീക പക്വതയിലേക്ക് നാം വരണം. മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തു ജീവിതത്തിൽ നമുക്കൊരു പക്വത ഉണ്ടെങ്കിലേ ജയകരമായ ഒരു ക്രിസ്തു നയിപ്പാൻ നമുക്ക് കഴിയുള്ളൂ. സമയം കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോടെ അവസാനിപ്പിക്കുന്നു. ദൈവം വെച്ചാൽ നമുക്ക് ഈ 3-ാം അധ്യായത്തിന്റെ ബാക്കി ഭാഗം എങ്ങനെയാണ് ഈ ആത്മീക ശൈശവത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഞാൻ പറയാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.